ദ സീക്രട്ട്. ലോറൽ ലാങ്മയർ, ധനകാര്യതന്ത്രജ്ഞ, പ്രാസംഗിക, കോർപ്പറേറ്റ് വ്യക്തിത്വ വികസന പരിശീലക. പണമുണ്ടാക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം എന്നു കേട്ടാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ ഞാനത് മാറ്റി. പണം വളരെ എളുപ്പത്തിലും സുലഭമായും വരും എന്നാക്കി. ആദ്യം കേൾക്കുമ്പോൾ ഇത് നുണയാണെന്ന് തോന്നുമല്ലേ? നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു ഭാഗം പറയുന്നുണ്ടാകും, നുണയൻ, അത് വളരെ പ്രയാസമാണ്. നിങ്ങളുടെ ചിന്തകളെ പണം വളരെ എളുപ്പത്തിലും സുലഭമായും വരും എന്നതിലേക്ക് മാറ്റുക. ഡേവിഡ് ഷിർമർ. സമ്പത്ത് സൃഷ്ടിക്കുന്ന കാര്യമെടുക്കുക. സമ്പത്ത് എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ പരിശീലനം നൽകുന്നവരിൽ 80% പേരുടെ കാര്യത്തിലും അവരുടെ മാനസികാവസ്ഥയും അവർ ചിന്തിക്കുന്ന രീതിയുമായിരുന്നു പ്രധാന വിഷയം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ എനിക്കു കഴിയില്ല എന്ന് ആളുകൾ പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാകും. ആളുകൾക്ക് പണവുമായുള്ള അവരുടെ ബന്ധവും പ്രതിപ്രവർത്തനവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ എനിക്കു കഴിയില്ല എന്ന് ആളുകൾ പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാകും. ആളുകൾക്ക് പണവുമായുള്ള അവരുടെ ബന്ധവും പ്രതിപ്രവർത്തനവും മാറ്റാനുള്ള കഴിവുണ്ട്. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളെക്കാൾ പ്രധാനം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ സമൃദ്ധിയിലേക്കുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങൾ അടുത്ത ഗിയറിലേക്ക് മാറുകയാണ് എന്നതാണ് സന്തോഷകരമായ കാര്യം. വിജയം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരിക, പുറത്തുനിന്നല്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ. പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള സുഖാനുഭവമുണ്ടാകണം. ആളുകൾക്ക് ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയിൽ പണത്തെക്കുറിച്ച് സുഖാനുഭവമുണ്ടാകില്ല എന്നത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ പണത്തെക്കുറിച്ചുള്ള ആ വിപരീത ചിന്തകളാണ് കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുന്നതിനെ തടയുന്നത്. നിങ്ങൾ ആവൃത്തി അവസാനിപ്പിക്കണം. അതിന് നിങ്ങൾ പണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങണം. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ കൃതജ്ഞത തോന്നണം. എനിക്ക് ആവശ്യത്തിലധികം പണമുണ്ട്, സമൃദ്ധമായി പണമുണ്ട്, അത് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു, പണം എന്നെയും സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും എനിക്ക് പണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നന്ദി 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 എന്നെല്ലാം പറയുകയും ആ വികാരം അനുഭവിക്കുകയും വേണം. പണം കിട്ടാനായി പണം കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുവാൻ ശക്തമായ ഒരു മാർഗമാണ് പണം കൊടുക്കുക എന്നത്. കാരണം കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് എനിക്ക് ധാരാളം പണമുണ്ടെന്നാണ്. ഈ ഭൂമുഖത്ത് ഏറ്റവും ധനികരായവരാണ് ഏറ്റവും വലിയ പരോപകാരികൾ. അവർ ധാരാളം പണം ദാനം ചെയ്യുന്നു. ആകർഷണ തത്വമനുസരിച്ച് അവർ കൊടുക്കുന്തോറും പ്രപഞ്ചം അതിൻ്റെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ച പണം അവരിലേക്ക് പ്രവഹിപ്പിക്കുന്നു. ദാനം ചെയ്യാൻ മാത്രം പണം എൻ്റെ കയ്യിലില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പക്കൽ വേണ്ടത്ര പണമില്ലാത്തതെന്ന്. ദാനം ചെയ്യാൻ വേണ്ടത്ര പണം നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ ദാനം കൊടുക്കാൻ തുടങ്ങുക. കൊടുക്കുക എന്നതിൽ നിങ്ങൾ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ഇനിയും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും വിധത്തിൽ കൂടുതൽ പണം നിങ്ങളിലേക്ക് എത്തിച്ചു തരണം. ദാനം ചെയ്യുന്നതും ത്യജിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിറഞ്ഞ ഹൃദയത്തോടെ കൊടുക്കുമ്പോൾ അതിൽ സുഖാനുഭവമുണ്ട്, ത്യജിക്കുന്നതിൽ സുഖാനുഭവമില്ല. രണ്ടും തമ്മിൽ തിരിച്ചറിയണം. അവ രണ്ടും നേരെ എതിർദിശയിലുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഇല്ലായ്മയുടെ സിഗ്നലുകൾ പ്രസരിപ്പിക്കുമ്പോൾ മറ്റേത് ആവശ്യത്തിലധികമുണ്ട് എന്ന സിഗ്നലാണ് പ്രസരിപ്പിക്കുന്നത്. ഒന്നിൽ സുഖാനുഭവമുണ്ട്, മറ്റേതിൽ അതില്ല. ത്യജിക്കുന്നത് ആത്യന്തികമായി അമർഷത്തിലേക്ക് നയിക്കും. നിറഞ്ഞ മനസ്സോടെ ദാനം ചെയ്യുക എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ആകർഷണ തത്വം ആ തരംഗങ്ങളെ സ്വീകരിച്ച് ഇനിയും കൂടുതൽ നിങ്ങളിലേക്ക് പ്രവഹിപ്പിക്കും. ആ വ്യത്യാസം നിങ്ങൾ അനുഭവിച്ചറിയും. ആകർഷണ തത്വമനുസരിച്ച് നിങ്ങൾ എന്തിൽ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റാണ് കിട്ടിയത്. അതിലെ തുക മായ്ച്ചു കളഞ്ഞ് മറ്റൊരു തുക ഞാൻ അവിടെ എഴുതി ചേർത്തു. ബാങ്കിൽ എത്ര തുക കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുവോ ആ തുകയാണ് ഞാൻ എഴുതി വെച്ചത്. തപാലിൽ ചെക്കുകൾ വരുന്നതായി മനസ്സിൽ കണ്ടാൽ എന്താകും എന്ന് ഞാൻ ആലോചിച്ചു. തപാലിൽ ഒരു കെട്ട് ചെക്കുകൾ എനിക്ക് കിട്ടിയതായി ഞാൻ മനസ്സിൽ കണ്ടു. ഒരൊറ്റ മാസത്തിനുള്ളിൽ കാര്യങ്ങളാകെ മാറി. അത്ഭുതം തന്നെയാണത്. ഇപ്പോൾ തപാലിൽ ചെക്കുകൾ ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ചില ബില്ലുകളും ഉണ്ടാകും, പക്ഷേ അതിനേക്കാൾ എത്രയോ അധികമാണ് കിട്ടുന്ന ചെക്കുകൾ. രഹസ്യം ചലച്ചിത്രം റിലീസ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് 100 കണക്കിന് കത്തുകൾ കിട്ടാറുണ്ട്. അവയിൽ പലതിലും പറയുന്നത് ഈ ചിത്രം കണ്ടതിനു ശേഷം അപ്രതീക്ഷിതമായി തപാലിൽ ചെക്കുകൾ കിട്ടിയ അനുഭവങ്ങളാണ്. അങ്ങനെ സംഭവിക്കാൻ കാരണം
അവരെല്ലാം ഡേവിഡിന്റെ ഈ സംഭവകഥയിൽ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. അത് അവർക്ക് ചെക്കുകൾ വന്നുചേരാൻ കാരണമായി. മുന്നിൽ കുമിഞ്ഞുകൂടുന്ന ബില്ലുകളിൽ നിന്ന് എന്റെ ചിന്തകളെ മാറ്റുവാനായി ഞാനൊരു രസകരമായ കളിയുണ്ടാക്കി. ഈ ബില്ലുകളെല്ലാം യഥാർത്ഥത്തിൽ ചെക്കുകളാണ് എന്ന് ഞാൻ ഭാവിക്കും. അവ തുറന്നു നോക്കി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അമ്മേ, എനിക്കിതാ പണം കിട്ടി, നന്ദി എന്നുറക്കെ വിളിച്ചു പറയും. ഓരോ ബില്ലും കയ്യിലെടുത്ത് അത് ചെക്കാണെന്ന് ഞാൻ സങ്കല്പിക്കും. അതിലെ തുകയിൽ കുറെ പൂജ്യങ്ങൾ കൂടി ചേർത്ത് കൂടുതൽ വലിയ തുകയാക്കും. ഒരു ചെറിയ കുറിപ്പ് പുസ്തകമെടുത്ത് പേജിന്റെ ഏറ്റവും മുകളിൽ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് എഴുതി വയ്ക്കും. അതിനു താഴെ ബില്ലുകൾ ഓരോന്നായി എടുത്ത് അതിലെ സംഖ്യകൾ കൂട്ടിച്ചേർത്ത പൂജ്യങ്ങൾ സഹിതം ഒരു പട്ടികയായി എഴുതി വയ്ക്കും. ഓരോ സംഖ്യയുടെയും നേരെ നന്ദി എന്ന് എഴുതി വയ്ക്കും. ആ തുകകൾ കിട്ടിയതിനുള്ള കൃതജ്ഞതയുടെ വികാരം മനസ്സിൽ അനുഭവിപ്പിക്കും. അപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ണീർ പൊടിഞ്ഞിരുന്നു. പിന്നെ ഓരോ ബില്ലും എടുക്കും. എനിക്കു കിട്ടിയ തുകകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതെല്ലാം വളരെ നിസ്സാര സംഖ്യകളാണ്. ആ ബില്ലുകളെല്ലാം ഞാൻ കൃതജ്ഞതയോടെ കൊടുത്തു തീർക്കും. അത് ഒരു ചെക്കാണ് എന്ന വികാരം ശരിക്കും മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാലേ ഞാൻ ബില്ലുകൾ തുറന്നു നോക്കാറുള്ളൂ. അവ ചെക്കുകളാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താതെ ഞാൻ അവ തുറന്നാൽ എൻ്റെ വയറ്റിൽ എന്തോ ഒരു കലങ്ങിമറിച്ചിൽ ഉണ്ടായതുപോലെ തോന്നും. എനിക്കറിയാം, എൻ്റെ വയറ്റിൽ ആ കലങ്ങിമറിച്ചിൽ ഉണ്ടായാൽ അത് അതിശക്തമായി കൂടുതൽ ബില്ലുകൾ കൊണ്ടുവരും. കൂടുതൽ പണം എൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ആ വികാരം മായ്ച്ചു കളഞ്ഞ് ആഹ്ലാദത്തിൻ്റെ വികാരം പകരം കൊണ്ടുവരണം എന്ന് എനിക്കറിയാം. ഒരു കുന്നു ബില്ലുകൾക്ക് മുന്നിൽ ഈ കളി ശരിക്കും വിജയിച്ചു. എൻ്റെ ജീവിതം തന്നെ മാറി. ഇതുപോലെ പല കളികളിലും നിങ്ങൾക്ക് സൃഷ്ടിക്കാം. നിങ്ങൾ ശരിക്കും ഫലം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന തോന്നലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അത് കൃത്രിമമായി ഭാവിക്കുമ്പോൾ യഥാർത്ഥ ഫലം അതിവേഗം നിങ്ങൾക്ക് കിട്ടും. അലാവുദ്ദീനും അത്ഭുത വിളക്കും. ഈ കഥ കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. അലാവുദ്ദീൻ തന്റെ കൈവശമുള്ള അത്ഭുത വിളക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഭൂതം പ്രത്യക്ഷപ്പെടട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ ഉടൻ തന്നെ ഭൂതം പ്രത്യക്ഷപ്പെടും. ആവശ്യപ്പെടുന്നത് എന്തും സാധിച്ചു കൊടുക്കുന്ന ഭൂതം. ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നതെന്തും സാധിച്ചു കൊടുക്കുന്ന ഒരു അത്ഭുത വിളക്കും ഭൂതവും ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ നിങ്ങളുടെ കൈവശം തന്നെയുള്ള അത്ഭുത വിളക്ക് തുടച്ചു വൃത്തിയാക്കാതെ പുറമേ അന്വേഷിച്ച് നടക്കുകയാണ് ഭൂരിപക്ഷം മനുഷ്യരും. ഈ രഹസ്യം തിരിച്ചറിഞ്ഞവർ തന്നെ അത് പ്രയോഗിക്കാൻ അറിയാതെ നിസ്സംഗരായി നിൽക്കുകയാണ്. രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ഒരു സൃഷ്ടാവാണ്. ആകർഷണ നിയമം ഉപയോഗിച്ച് സൃഷ്ടി നടത്തുവാൻ വളരെ എളുപ്പമായ ഒരു പ്രക്രിയയുണ്ട്. മഹാന്മാരായ ആചാര്യന്മാരും അവതാരങ്ങളും അവരുടെ സൃഷ്ടികളിലൂടെ വൈവിധ്യമാർന്ന രൂപങ്ങളിൽ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. ചില ആചാര്യന്മാർ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിത്രീകരിക്കാനായി കഥകൾ രചിച്ചു. ആ കഥകളിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനം നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്നു. അവ ഇതിഹാസങ്ങളായി. ഈ കഥകളിലെ സത്തയാണ് ജീവിതത്തിന്റെ സത്യമെന്ന് ഇന്നു ജീവിച്ചിരിക്കുന്ന പലരും തിരിച്ചറിയുന്നില്ല. ജെയിംസ് റേ പറഞ്ഞിരിക്കുന്നത്, അലാവുദ്ദീനെയും അത്ഭുത വിളക്കിനെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അലാവുദ്ദീൻ വിളക്ക് കയ്യിലെടുത്ത് മെല്ലെ തുടയ്ക്കുമ്പോൾ അതിൽ നിന്നും ഭൂതം പ്രത്യക്ഷപ്പെടുന്നു. ഭൂതം എപ്പോഴും പറയുക ഇതാണ്: താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. ഇപ്പോൾ പ്രചാരത്തിലുള്ള കഥയിൽ 3 ആഗ്രഹങ്ങളാണ് സാധിക്കുക. എന്നാൽ കഥയുടെ യഥാർത്ഥ രൂപത്തിൽ ആഗ്രഹങ്ങൾക്ക് പരിധിയെ നിശ്ചയിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കൂ. ആ ഭാവനയെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാം. ഓർക്കുക, അലാവുദ്ദീൻ എപ്പോഴും തനിക്ക് ആഗ്രഹമുള്ളത് ചോദിച്ചു വാങ്ങുന്ന ആളാണ്. ഈ മഹാപ്രപഞ്ചമുണ്ട്, അതാണ് ഭൂതം. പല കാലങ്ങളിൽ പല സംസ്കാരങ്ങളിൽ അതിനു പല പേരുകൾ നൽകി. നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന മാലാഖ, നിങ്ങളുടെ തന്നെ ഉന്നതമായ സ്വത്വം, എന്തു പേരിട്ടാലും കൊള്ളാം. നിങ്ങൾക്ക് സൗകര്യമായത് ഏതോ ആ പേര് തിരഞ്ഞെടുക്കാം. പക്ഷേ ഏതു കാലത്തും ഏതു സംസ്കാരത്തിലും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: നമ്മളെക്കാൾ വലുതായ എന്തോ ഒന്നുണ്ടെന്ന്. ആ ഭൂതം എപ്പോഴും പറയുന്നത് എന്താണ്? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. നിങ്ങളുടെ ജീവിതം, അതിലുള്ളതെല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന്. അതിമനോഹരമായ ഈ കഥ ലളിതമായി പറഞ്ഞു തരുന്നു. ഭൂതം നിങ്ങളുടെ ഏതാഗ്രഹവും നിറവേറ്റി തരുന്നു. ആകർഷണ നിയമമാണ് ആ ഭൂതം. അത് എല്ലായ്പ്പോഴും സമീപത്തുണ്ട്.